ഹലോ ഗായ്സ്, ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി കഴിഞ്ഞിട്ട് ചേട്ടനോട് പറയാണ്, ചേട്ടാ വിശക്കുന്നു, കൊതിയാവുന്നു, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ. പ്രഗ്നൻസി ക്രാവിങ്സ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ പറയാം, വല്ലപ്പോഴും മാത്രം ക്രേവിങ്സ് വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചേട്ടൻ പറഞ്ഞു എന്നാൽ പോയി പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന്. ചേട്ടൻ പോയി പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങളാണെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ ബീഫ് കറിയുടെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ അങ്ങോട്ട് ചൂടാക്കി അങ്ങോട്ട് സെറ്റാക്കി എടുത്തു. ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് കൊത്തു പൊറോട്ട ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പോയി. കുനുകുനായിരുന്ന സവാളയും പച്ചമുളകും ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് കടുവൊക്കെ പൊടിച്ചങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുത്തു കേട്ടോ. പിന്നെ നല്ല രണ്ട് പൊട്ടയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് നല്ല രീതിയിൽ ചിക്കി തോത്തി അങ്ങോട്ട് എടുത്തു. കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഞാനാണെങ്കിൽ പൊറോട്ട നല്ല രീതിയിൽ കുനുകുനാന്ന് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ വാരി അതിലേക്ക് തട്ടി നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു. ചേട്ടനാണ് എനിക്കിതൊക്കെ ഉണ്ടാക്കി തരുന്നത്. ഞാൻ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഇളക്കി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കുറുകിയ ബീഫും കൂടെ അതിലേക്ക് ചേർത്ത് ചിക്കലോട് ചിക്കലായി. എനിക്കാണ് ചിക്കിയിട്ട് നല്ല രീതിയിൽ കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. പാവം ചേട്ടൻ തന്നെ ഇരുന്ന് അങ്ങോട്ട് ചിക്കി. എന്നിട്ട് വീണ്ടും ഞാനും കൂടെ മാറിയും തിരിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് ചിക്കി തോത്തി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇടിച്ച് കുഴച്ച് നമ്മുടെ പൊറോട്ട അങ്ങോട്ട് റെഡിയാക്കി കേട്ടോ. പിന്നെ നമ്മുടെ പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാം. അങ്ങനെ പൊറോട്ട എടുത്ത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് വേണം പോയി കിടന്ന് പോത്തുപോലെ കിടന്ന് ഉറങ്ങാൻ. അങ്ങനെ നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സ്പൂൺ എടുത്ത് വായിലേക്ക് ഇട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ മസാലയൊക്കെ അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ടായിരുന്നു. ആ പൊറോട്ടയിലേക്ക് ഗ്രേവി അങ്ങോട്ട് ഊർന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും വീണ്ടും ബീഫൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിച്ചു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിച്ചിട്ടാണ് ചേട്ടന് ബാക്കി കൊടുത്തത് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഉറക്കക്ഷീണം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് വേണം നല്ല രീതിയിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട്. വിശപ്പൊക്കെ അങ്ങനെ മാറി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.